ഞാനിന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ ഓഫീസിലേക്ക് പോയത്. കാരണം ഇന്ന് ഓഫീസ് വിട്ടതിന് ശേഷം നമ്മളെല്ലാവരും കൂടി പൈതൽ മലക്ക് ടൂർ പോവുക. അങ്ങനെ ഞാൻ ഓഫീസിലെത്തി വർക്ക് തുടങ്ങി. നമ്മുടെ ഓഫീസ് വിട്ടതിന് ശേഷം നമ്മളെ കൂട്ടാൻ വണ്ടി വന്നു. അതിലൊക്കെ കയറിയിരുന്ന് നമ്മളങ്ങ് പോയി. പോകുന്ന വഴിക്ക് 2 പ്രാവശ്യം വഴിതെറ്റി. ഒരു പ്രാവശ്യം കുറച്ച് കൂടുതൽ തെറ്റിപ്പോയി. എന്നാലും നമ്മളങ്ങനെ അവസാനം നമ്മുടെ സ്പോട്ടിലെത്തി. നമ്മളെ ബോസ് നടത്തുന്ന ഒരു റിസോർട്ടാണിത്. നല്ലൊരു അടിപൊളി സ്പോട്ടായിരുന്നു ഗൈസ്. നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ക്ലീൻ ആയിട്ടുള്ള റൂമും നല്ല പുറത്തേക്ക് നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്കുള്ള ഫുഡ് എത്തി. 12 മണിക്ക് ശേഷം ആദ്യമായിട്ടാണ് ഡിന്നർ കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ തുടങ്ങി. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മുടെ ഋഷിയേട്ടനും ഷാഹിത്തേട്ടനും നല്ലൊരു ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബിജുവേട്ടനും അനീഷും കൂടി ചേർന്നു. പിന്നെ ഒരു ഡാൻസിൻ്റെ പൂരം തന്നെയായി അന്ന്. ഈ പരിപാടി 1 മണിയായിട്ടും 2 മണിയായിട്ടും 3 മണിയായിട്ടും അവരാരും സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളൊക്കെ കടന്നുറങ്ങിയാണ് ഏകദേശം 4 മണിയായി. എന്നാലും നല്ലൊരു നൈറ്റായിരുന്നു ഗൈസ്. പിന്നെ അവസാനം നമ്മുടെ വിഷ്ണുവും 2 സ്റ്റെപ്സ് കാണിച്ചു. പക്ഷെ അവൻ അങ്ങനെ ഡാൻസായിട്ട് കളിക്കുന്നുണ്ടായിരുന്നില്ല. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്തിങ്ങനെ കൂടെ നടക്കുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ അഖിലേഷ് ഏട്ടൻ തീരെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. പിന്നീട് ഒരു നല്ല പാട്ട് വന്നപ്പോൾ എല്ലാവരും ആക്റ്റീവായിട്ട് നന്നായിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി. പിന്നീട് നമ്മൾ ഉറങ്ങിയത് 4 മണിക്ക് ശേഷമാണെങ്കിൽ 6:45 എണീച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. രാവിലെ എണീച്ച് നോക്കുമ്പോൾ നല്ല കോടമഞ്ഞ് മൂടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഷാഹിത്തേട്ട പറഞ്ഞു നമുക്കൊന്ന് നടന്നിട്ടൊക്കെ വരാറ്. അങ്ങനെ നമ്മൾ നടക്കാനിറങ്ങി ഗൈസ്. ഈ കോടമഞ്ഞിനുള്ളിൽ കൂടി നല്ല ഇളം തണുപ്പിൽ നടക്കാൻ നല്ല സുഖമായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ കർണാടകത്തിലെത്തി. പൈതൽ മലയിൽ നിന്ന് കർണാടകയിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നീട് നമ്മൾ ഓൾമോസ്റ്റ് 8 കിലോമീറ്ററോളം നടന്ന് തിരിച്ചെത്തിയപ്പോഴത്തേക്ക് എല്ലാവരും ഊപ്പാട് തീർന്നിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയും എടുത്ത് നേരെ തിരിച്ച് നാട്ടിലേക്ക് വന്നു.